ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുരം. ഒന്ന് കേട്ടിട്ട് പോ 25-ാം ഭാഗം. ഒന്ന് കേട്ടിട്ട് പോ ഭാഗം 25. 24 വരെയുള്ള ഭാഗങ്ങളിൽ ഒന്ന് കേട്ടിട്ട് പോ 24 വരെയുള്ള ഭാഗങ്ങളിൽ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ചില സംഭവങ്ങൾ ചികഞ്ഞെടുത്ത് അതിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില വരികൾക്കിടയിലൂടെ ഒന്ന് കടന്നു പോകാനാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം 25-ാം അധ്യായമായതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ അവതരണം ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം ഒന്ന് കേട്ടിട്ട് പോ 25-ാം അധ്യായത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നു. സാക്ഷ്യമെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നതോ അതിഭീകരമായതോ അതുപോലുള്ള അനർത്ഥങ്ങളിൽ നിന്നോ ഞാൻ രക്ഷപ്പെട്ട ഒരു കഥയോ സംഭവമോ അല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ പോലും പരിശുദ്ധനായ ദൈവം നമ്മളെ എത്രത്തോളം കരുതുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലും എൻ്റെ അനുഭവ സാക്ഷ്യവുമാണിത്. വെറും നിസ്സാരമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോയിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ അന്ന് ഞാൻ ടിഫിൻ ഉച്ചയ്ക്കത്തെ ആഹാരം കൊണ്ടുപോയില്ല. ഭാര്യയും കുഞ്ഞുങ്ങളും നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് കമ്പനിയിലെ ക്യാൻറ്റീനിൽ നിന്നും ആഹാരം വരുത്തി കഴിക്കാമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഇരുന്നത്. ജോലിയുടെ കൂടുതൽ കൊണ്ടോ എന്തോ ഞാൻ അല്പം താമസിച്ചു പോയി. ഞങ്ങൾക്ക് ഗേറ്റിൽ ഗാർഡിൻ്റെ അടുത്ത് ചെന്ന് അത് എൻട്രി ചെയ്യണം. ഈ ആഹാരം വേറൊരു പ്ലാന്റിൽ നിന്നാണ് ആഹാരം വരുന്നത്. എൻട്രി ചെയ്താൽ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആഹാരം കിട്ടുകയുള്ളൂ. ഞാൻ അല്പം താമസിച്ച് അവിടെ ചെന്നപ്പോഴേക്കും അവർ എൻട്രി എല്ലാം ചെയ്ത് ആഹാരം എത്ര പേർക്കെന്ന് പറഞ്ഞ് ആ ഗാർഡ് റൂമിലേക്ക് ആഹാരത്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ചുരുക്കി പറയട്ടെ, എനിക്ക് ആഹാരം വരാൻ ചാൻസ് ഇല്ല. അതിനു മുൻപായി ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എൻ്റെ ദൈവത്തോട് ഞാൻ അപ്പാ പിതാവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പാ, എൻ്റെ മകൻ എന്നോട് പപ്പ, എൻ്റെ മകളും എന്നോട് പപ്പ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നത് പോലെ ഞാനും എൻ്റെ ദൈവത്തോട് ഒരു അപ്പൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പാ പിതാവേ, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആഹാരം അവിടെ ചെന്നു ഗാർഡിനോട് ചോദിച്ചു, ആഹാരത്തിൻ്റെ എല്ലാം എൻട്രി എല്ലാം കഴിഞ്ഞു. അയ്യോ സാറേ, കഴിഞ്ഞു പോയല്ലോ, അവിടുന്ന് തിരിക്കാറായി ആഹാരം, സാർ അല്പം താമസിച്ചു പോയി, ഇനിയും ഇന്നത്തെ ദിവസം ഒക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് നടക്കാനൊരുങ്ങവേ ഗാർഡിൻ്റെ റൂമും കഴിഞ്ഞ് ഗേറ്റ് കടന്ന് അകത്തോട്ടപ്പം ആകാശത്തേക്ക് നോക്കിയിട്ട് എൻ്റെ മകൻ എന്നോട് പറയുന്നത് പോലെ ഞാൻ എൻ്റെ അപ്പനോട് തമാശ രൂപത്തിൽ പറഞ്ഞു, മതിയായല്ലോ, നിങ്ങളുടെയൊക്കെ ഭാഷയെ എന്നെ ഉപവാസത്തിലാക്കി അല്ലേ, തൃപ്തിയായല്ലോ എന്നെ ഉപവാസത്തിലാക്കിയപ്പം അപ്പന് ഈ മകൻ വിശന്നിരിക്കുന്ന കാണുമ്പോൾ. അങ്ങനെ ഞാനും ഉപവാസത്തിലായി. ഒരു തമാശത്തിൽ ഞാൻ പറഞ്ഞു. അപ്പന് തൃപ്തിയായല്ലോ, ആകാശത്തൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നു. കാരണം ആഹാരം കിട്ടില്ല. പെട്ടെന്നാണ് പുറകിൽ ഗാർഡ് റൂമിൻ്റെ അവിടെ നിന്ന് ഒരു ബഹളം. പേരുൾപ്പെടെ പറയാം, കേശുലാൽ എന്ന മെഷീൻ ഓപ്പറേറ്റർ അവിടെ കിടന്ന് ബഹളം വെക്കുക. ഞാൻ ഒരു പാക്കറ്റ് ആഹാരമാണ് ആവശ്യപ്പെട്ടത് കൊണ്ടുവരാൻ പറഞ്ഞത്. ഇത് 2 പാക്കറ്റ്. നിൻ്റെ ഹിന്ദിയിലാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. നിൻ്റെ അമ്മാച്ചൻ തിന്നുവോ ഇത്? നിൻ്റെ അമ്മാച്ചൻ നിൻ്റെ പൈസ കൊടുക്കുക. പിന്നെ പറയുന്ന ഭാഷയൊക്കെ മറ്റൊന്നായിരുന്നു. ഞാൻ ഓടി അവിടത്തേക്ക് എന്താണ് കേസിലാൽ അവനോട് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇത് കണ്ടോ സാറേ, ഞാൻ 1 പാക്കറ്റ് ആഹാരമാണ് ആവശ്യപ്പെട്ടത്, വേണ്ട 2 പാക്കറ്റ് ഗാർഡ് ഇവിടെ വരുത്തി വെച്ചിരിക്കുന്നു. ഇതാര് കഴിക്കുവരണം? എനിക്ക് ചിരി വന്നു. ഞാൻ ആകാശത്തേക്കൊന്ന് നോക്കി. അപ്പാ കൊള്ളാം, അപ്പാ പിതാവേ കൊള്ളാം. ഞാൻ കേശുലാലിനെ പറഞ്ഞ് മനസ്സിലാക്കി. കേശുലാൽ ആ ഒരു പൊതി എനിക്ക് തന്നേക്കൂ.
അതിൻ്റെ പൈസ ഞാൻ ക്യാഷായിട്ട് ഞാൻ തന്നേക്കാം. അവനും സന്തോഷം. ഞാൻ ആ പൊതി മേടിച്ച് വീണ്ടും തിരിച്ചു നടന്നു. ഗേറ്റ് കടന്നപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പൻ കൊള്ളാം കേട്ടോ, ആള് വേന്ദ്രൻ തന്നെ. അപ്പാ, ഒരു ചെറിയ സാക്ഷിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൻ എത്രത്തോളം സൂക്ഷ്മതയോടെ നമ്മളെ നടത്തുന്നു. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നൊന്നുമില്ല. ഇത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അവൻ നമ്മളെ എത്രത്തോളം കരുതുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഞാൻ വലിയ അത്ഭുതങ്ങൾ നടന്ന ഒരു സാക്ഷ്യമല്ല പറയുന്നത്. ആഹാരം, വിശക്കുന്നവൻ ആഹാരം, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവൻ. തമാശനാണെങ്കിലും അപ്പാന്നൊന്ന് വിളിച്ചതേ ഉള്ളൂ, അപ്പ വിശക്കുന്നൊന്ന് പറഞ്ഞുള്ളൂ. അതാണ് നാം വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. അതിനേക്കാളപ്പുറം ഞാനും എൻ്റെ അപ്പനുമായിട്ട് ചില സമയത്ത് കൂട്ടുകാരൊക്കെ തമാശകളാണ്, ചില വാൽഗോറം കഥകൾ പോലെ. ഒരു ഉദാഹരണം കൂടി ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഞാൻ ഫാക്ടറിയിൽ എന്നും ചെന്ന ഉടൻ തന്നെ അവിടെ എൻ്റെ ടേബിളിൻ്റെ എൻ്റെ കസേരയുടെ പുറകിലായിട്ട് മാറി നിന്ന് ഞാൻ കൈകൂപ്പി പ്രാർത്ഥിക്കും. ഈ അടുത്തിടകളിലായിട്ട് കുറച്ച് നാളായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരും സൂപ്പർവൈസേഴ്സും അതുപോലെയുള്ള പോസ്റ്റിലുള്ളവരൊക്കെ മെഷീൻ ഓപ്പറേറ്ററും ഒക്കെ എൻ്റെ പ്രാർത്ഥിക്കുന്ന കണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് അവർ ഓടി വന്ന അടുത്ത് അർത്ഥങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല, അവരും വന്ന് നിൽക്കും. ഒരു 5-8 പേര് കാണും. ഞാനിങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത് രാവിലെ. എൻ്റെ ഉദ്ദേശം യേശുക്രിസ്തുവിൻ്റെ പേര് മറ്റുള്ളവർ അറിയണമെന്ന് മാത്രമാണ്. അവനാണ് ദൈവം എന്നറിയാൻ ഞാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ പിതാവേ, ഹിന്ദിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, അപ്പാ, യാത്ര സുഖമായിരുന്നു. നീ സന്തോഷത്തോടെ ക്ഷേമത്തോടു കൂടി ഇതാ ഫാക്ടറിയിൽ എത്തിച്ചിരിക്കുന്നു. വണ്ടി ഒരു പഞ്ചർ പോലും ആയില്ലപ്പ. എത്രയോ അപകടങ്ങളൊക്കെ വരായിരുന്നു, പക്ഷേ അതിൽ നിന്നെല്ലാം കാത്തുസൂക്ഷിച്ച് നീ ഫാക്ടറിയിൽ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ വളരെയധികം സന്തോഷമപ്പ. ഞാൻ വിട്ടിട്ട് പോകുന്ന എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു ചെന്ന് സന്ധ്യയ്ക്ക് അവരോടൊപ്പം പ്രാർത്ഥിച്ച് നിന്നെ സ്തുതിക്കുവോളം, വീണ്ടും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുവോളം തങ്കച്ചിറകടിയിൽ അപ്പ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണം. എൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ഓരോരുത്തരെയും പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പ. അവരും സന്ധ്യയ്ക്ക് വീട്ടിൽ ചെല്ലുവോളം നിൻ്റെ തങ്കച്ചിറയിൽ നിൻ്റെ കാവലുണ്ടായിരിക്കണം അപ്പ. ഞങ്ങൾക്ക് ആഹാരം തരുന്ന, ഈ ജോലി തരുന്ന ഞങ്ങളുടെ ഫാക്ടറിയുടെ ഉടമസ്ഥനെയും ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹം മുഖാന്തരം എത്രയോ വീടുകളിൽ അപ്പ പുക അടുപ്പിൽ ഉണ്ടാകുന്നു. വീടിൻ്റെ അടുപ്പിലെ പുകയുണ്ടാകുന്നു. ആഹാരം ഉണ്ടാക്കുവാൻ, ആഹാരം കൊടുക്കുവാൻ, റൊട്ടി ഉണ്ടാക്കുവാൻ, ഇതിനെല്ലാം കാരണഭൂതനായി ഞങ്ങളുടെ സേട്ടിനെയും ഞങ്ങളുടെ മുതലാളിയെയും ഞങ്ങൾ ഓർക്കുന്നു. ആ കുടുംബത്തെ ഓർക്കുന്നു. അവരെ വഴി നടത്തണമേ അപ്പോൾ. അവരുടെ കാലിലൊരു മുള്ളു പോലും കൊള്ളാൻ പിതാവേ നീ അനുഗ്രഹിക്കരുത്. ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, മാനവും മഹത്വം അപ്പച്ച നിനക്കുള്ളത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇത് ഞാൻ 2-3 പ്രാവശ്യം പറയും. മസീസുക്കനാമ്പേ. മറ്റുള്ളവരറിയണം. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ പോക്കറ്റിലും തപ്പിയിട്ട് പറഞ്ഞു, അപ്പാ, പോക്കറ്റിൽ 1 പൈസ പോലും, 1 രൂപ പോലും പോക്കറ്റിലില്ലല്ലോ അപ്പാ എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ ഓർത്ത് എവിടെന്നെങ്കിലും ആരുടെങ്കിലും കുറച്ച് 10 രൂപയെങ്കിലും വേണം. കാരണം ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിച്ചാണ് ഫാക്ടറി പോകുന്നത്. ഒരു പഞ്ചറാകുമോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മോട്ടോർ സൈക്കിളിന് പോക്കലൊരു 10, 20, 50 രൂപയെങ്കിലും അത്യാവശ്യമില്ലാതെ നമുക്ക്. ഞാൻ ജോലി നടത്തുന്ന ഒരു 13 കിലോമീറ്റർ ദൂരത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നതും എൻ്റെ വീടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ പോക്കറ്റിൽ 1 രൂപ പോലും ഇല്ല. ഞാൻ സന്ധ്യ വരെ ഇങ്ങനെ അപ്പം തരും. അപ്പനോടൊന്ന് പ്രാവശ്യം പറഞ്ഞു, തന്നാലും കുഴപ്പം. നമ്മളിപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പൈസ വെച്ച് എക്സ്കർഷന് പോകണം, അപ്പം എനിക്ക് 500 രൂപ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കത്തില്ല. എന്താണെന്നറിയാമോ, അവൻ പോകുമ്പോൾ എന്തെങ്കിലും അവിടെ വെള്ളപ്പൊക്ക സമയമായിരിക്കും, അവൻ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിക്കും, ഒത്തിരി ബുദ്ധിമുട്ട്, അപ്പം ചിലപ്പോൾ കൊടുക്കത്തില്ല. അതുപോലെ ഒരു പക്ഷെങ്കിൽ അപ്പൻ എനിക്കും തരത്തില്ലായിരിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ ഒരുങ്ങിയപ്പോൾ പുറത്ത് ഞങ്ങളുടെ എല്ലാം എൻട്രി ചെയ്ത് ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതാണ് ഇറങ്ങാൻ നേരത്ത്. അങ്ങനെയാണ്, അങ്ങോട്ട് ചെല്ലുമ്പോഴും ക്യാമറയുടെ മുമ്പിൽ ചെല്ലണം, പോകുമ്പോഴും ക്യാമറയുടെ മുമ്പിൽ ചെല്ലണം. ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റമൊക്കെ ഉണ്ട്. ഞാൻ റോഡിൽ ഇറങ്ങി, ഒരു മരമുണ്ട്, മരത്തിൻ്റെ ചുവട്ടിൽ എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ നിന്ന് സംസാരിച്ചു. ഞാൻ വെറുതെ താഴേക്കൊന്ന് നോക്കിയപ്പോൾ ഒരു കരിയിലയുടെ കീഴിൽ 1 രൂപ, ഒരു നാണയത്തൊട്ട്. ഞാൻ ചോദിച്ചത് എന്തുവാ, അപ്പാ പോക്കറ്റിൽ 1 രൂപ പോലും ഇല്ലെന്നും. അപ്പം തന്നതോ 1 രൂപ മാത്രം. ചിലപ്പോഴൊക്കെ അവൻ നമുക്ക് കൂട്ടുകാരൻ കൂടിയാ. അപ്പനോട് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം, ഉള്ളു തുറന്ന് സംസാരിക്കാൻ അപ്പൻ തന്നെയാണ്.
അപ്പൻ തന്നെ നമ്മളുടെ ഏതാവശ്യങ്ങളും എന്താവശ്യങ്ങളും സാധിച്ചു തരുന്ന ഒരു കൂട്ടുകാരൻ, നല്ല സുഹൃത്ത്, നല്ല സഖി എന്നാണ് ബൈബിളിൽ അങ്ങനെ ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അപ്പൻ നമ്മളുടെ സ്വന്തം അപ്പൻ തന്നെയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക്. ഹലോ, ഒന്ന് കേട്ടിട്ട് പോ 25-ാം അധ്യായം. നമുക്ക് നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന തൃത്വമുള്ള ഏകത്വം ഒന്ന് വിളിച്ചു നോക്ക്. ഒന്ന് കൂട്ടുകാരനായിട്ടോ നല്ല അപ്പനായിട്ടോ ഒന്ന് കണ്ടു നോക്ക്. ഒന്ന് കേട്ടിട്ട് പോ. 25-ാം അധ്യായം. ഞാൻ മുല്ലത്തറം ഡാലി മുക്കഞ്ചനം അഥവാ സോമൻ, ഭോപ്പാൽപുര.